ഇപ്പോൾ പരാതികൾ നമുക്ക് ഒഴിവായി കിട്ടാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം ഇങ്ങനെ എടുത്തിട്ടുള്ളത്. 4 വർഷം കാക്കാതെ തന്നെ ലോൺ അടച്ച് തീർക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. വഴിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കൗൺസിലറെ ഞങ്ങളെയൊക്കെ ആൾക്കാർ ഒരുപാട് വിളിക്കും. ചിലപ്പം കഴിക്കാതിരിക്കുമ്പോഴായിരിക്കും വിളി തുടങ്ങുന്നത്, പട്ടി കടിച്ച് വലിച്ചെന്നോ റോട്ടിൽ വലിച്ചിട്ടെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇനി ഞങ്ങൾക്ക് വളരെ സന്തോഷമല്ലേ. നമ്മൾ ഈ കാര്യവും പറഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളടുത്ത് അത് സഹകരിച്ച് ആ പൈസ കൊണ്ട് ബാങ്കിലിടാനും അതുകൊണ്ട് വണ്ടി എടുക്കാനുള്ള തീരുമാനം അവർ അറിയിച്ചു. ഇതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വാർഡിലെ ജനങ്ങൾക്ക് കൂടുതൽ ഹരിതകർമ്മസേനയോട് വിശ്വാസം ഉണ്ടാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടവക്കോട് വാർഡിലാണ്. ഞാനിവിടെ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു പിക്കപ്പ് വാനാണ്. ആ ഒരു പിക്കപ്പ് വാനാണ് എന്നെ ഈ വാർഡിലേക്ക് എത്തിച്ചത്. അതിന് ഒരു പ്രധാന കാരണമുണ്ട്. ഈ നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് ഇങ്ങനൊരു പിക്കപ്പ് വാൻ ഒരു സംഭവം നടക്കുന്നത്. എന്താണ് ഈ ഒരു പിക്കപ്പ് വാനിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്ക് ഈ ഒരു വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. എന്താണ് പറയാനുള്ളത്? ഒരു പിക്കപ്പ് വാനാണ് നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിയത്, എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് വാന് അത്യാവശ്യമായിരുന്നു. ഞങ്ങളുടെ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾക്കൊരു വണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വാഹനം മേടിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ കൗൺസിലർ ADS നമ്മുടെ മാഡം ജയച്ചേ, അപ്പം അവരാണ് പറഞ്ഞത് നമ്മുടെ ആക്രിയുടെ പൈസ നമുക്ക് സ്വരൂപിച്ച് കൂട്ടിയിട്ടതിന് ശേഷം ആ പൈസ കൊണ്ട് നമുക്കൊരു വാന് ലോണായിട്ട് എടുക്കാം എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 3 മാസത്തെ ആക്രിയുടെ പൈസ ഞങ്ങൾ ബാങ്കിൽ പിടിച്ചിട്ടതിന് ശേഷം ആ പൈസയുടെ 68,000 രൂപ ഉണ്ടായിരുന്നു. ആ പൈസയിൽ 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് ഞങ്ങൾ വണ്ടി ഇറക്കി. ബാക്കി ഉണ്ടായിരുന്ന 28,000 രൂപ വണ്ടിയുടെ ബാക്കി പണിയൊക്കെ ആയിട്ട് ഞങ്ങൾ എടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വണ്ടി എടുത്തത്. ഇനി ഞങ്ങൾ ഇത് അടയ്ക്കാനാണെങ്കിലും ഞങ്ങളുടെ സ്ക്രാപ്പ് വിൽക്കുന്ന പൈസ കൊണ്ട് തന്നെയാണ് ഞങ്ങളിത് ലോൺ അടച്ചു പോകാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വാർഡിലെ ആവശ്യം കഴിഞ്ഞാൽ മറ്റു വാർഡിലെ ആവശ്യങ്ങൾക്കും കൊടുക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുവഴിയും ഞങ്ങൾക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ ആ പൈസ കൊണ്ട് നമുക്ക് 4 വർഷം കാക്കാതെ തന്നെ ലോൺ അടച്ച് തീർക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. എന്തായാലും സന്തോഷം തോന്നുന്നുണ്ട്. ആദ്യമാണ് ഇങ്ങനൊരു സംഭവം ഈ നഗരസഭയിൽ നടക്കുന്നത്. ചേച്ചി എന്താണ് പറയാനുള്ളത്? സന്തോഷം അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ എന്തായിരുന്നു കാരണം? ഞങ്ങളുടെ ഈ ജോലിക്ക് വണ്ടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന സാധനങ്ങൾ റോഡ് സൈഡിലാണ് ഞങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും അത്യാവശ്യം ഒരു വണ്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കാൻ അങ്ങനെ തീരുമാനിച്ചതാണ്. ഈ ഇടവക്കോട് വാർഡിലെ കൗൺസിലർ LS സാജു ആണ് വിസ്മയ ന്യൂസിനൊപ്പം ചേരുന്നത്. എന്താണ് പറയാനുള്ളത്? ഈ പിക്കപ്പ് വാൻ വാങ്ങി എല്ലാവരും കൂടിയാലോചിച്ച് തന്നെയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഹരിതകർമ്മസേന അംഗങ്ങളെല്ലാം തന്നെ വീടുകളിൽ പോയി പ്ലാസ്റ്റിക് എടുത്ത് റോഡ് സൈഡിൽ വെക്കുന്ന ഒരു പ്രവർത്തന ഇതുണ്ടായിരുന്നു. അത് എല്ലാ ആളുകളുടെ നിന്നും പരാതികൾ കൗൺസിലിനും അതേപോലെ തന്നെ JHIക്കും അതേ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമൊക്കെ പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആലോചിച്ചുകൊണ്ട് ഓരോ അസോസിയേഷൻ പ്രദേശത്തു നിന്നും എടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അന്നത്തെ ദിവസം തന്നെ മാറ്റി ശേഖരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി സ്വന്തമായി ഒരു വാഹനം എടുക്കണമെന്നുള്ള ഒരു നിലയിൽ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ മാസവും ഇവരെടുക്കുന്ന പ്ലാസ്റ്റിക്കുകളോടൊപ്പം കിട്ടുന്ന സ്ക്രാപ്പുകൾ വേർതിരിച്ചുകൊണ്ട് അവർ ആ സ്ക്രാപ്പുകളുടെ വിറ്റ് കിട്ടുന്ന പൈസ സ്വരൂപിച്ചുകൊണ്ടാണ് ഈ വാഹനം എടുക്കാൻ വേണ്ടിയെന്നുള്ള ഒരു നിലയിൽ നമ്മളൊരു നിർദ്ദേശം വയ്ക്കുകയും അത് ഹരിതകർമ്മ സേനാംഗങ്ങളെല്ലാം തന്നെ സമ്മതിച്ചുകൊണ്ട് അവരുടെ പരിപൂർണ സമ്മതത്തോടു കൂടിയാണ് 12 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എഗ്രിമെൻറ്റും എല്ലാം തയ്യാറാക്കി എല്ലാവർക്കും ഒരേ അവകാശം എന്നുള്ള ഒരു നിലയിൽ ഇടവക്കോട് വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇതിൻ്റെ തുടർന്ന് ഉള്ള ഈ പ്രവർത്തനം ഭംഗിയായി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള വിശ്വാസം ഇപ്പോൾ വാഹനം എടുത്തതിന് ശേഷം അവർക്കുണ്ടായിട്ടുണ്ട്. ഒരു അസോസിയേഷനിൽ കയറിയാൽ ആ അസോസിയേഷനിലെ എല്ലാ വീടുകളും വേസ്റ്റുകളൊന്നും ആ പ്രദേശത്ത് വയ്ക്കാതെ തന്നെ ഇപ്പോൾ പരാതികൾ നമുക്ക് ഒഴിവായി കിട്ടാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനം ഇങ്ങനെ എടുത്തിട്ടുള്ളത്. പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് ഒരു
ഹരിതകർമ്മ സേനകൾക്ക് ബാധ്യത ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഇവരെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റുന്ന സാഹചര്യമാണ് ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്നുള്ളൊരു നിലയിൽ. കാരണം വാടകയ്ക്ക് കൊടുക്കണോ, വണ്ടി വാടകയ്ക്കായിട്ട് കൊടുക്കില്ല, നമുക്ക് അത്യാവശ്യം നമ്മൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട്. വേറെ വണ്ടികൾ ഉപയോഗിക്കാൻ കൊടുത്താൽ അത് വണ്ടിയുടെ ഇതിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ തന്നെ ഇവിടുത്തെ ഹരിതകർമ്മ സേന തന്നെ ഇതിനെ പോയി എടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. അതിലെല്ലാം തന്നെ ADSും അതേപോലെ തന്നെ JHയും എല്ലാവരും ഇതിനെ ഒരുമിച്ച് കൊണ്ട് തന്നെ ഈ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിഞ്ഞത്. ഒരുമോടുകൂടിയുള്ള പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നമുക്ക് കോർപ്പറേഷനിൽ ആദ്യമായി തന്നെ ഒരു വാഹനം നമുക്ക് സ്വന്തമായി, ഹരിതകർമ്മ സേനയ്ക്ക് സ്വന്തമായി ഒരു വാഹനം കരസ്ഥമാക്കാൻ വേണ്ടി. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണിപ്പോൾ, എന്താണ് പറയാനുള്ളത്? സന്തോഷം തന്നെയാണ്. നമ്മൾ ഈ കാര്യവും പറഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളെടുത്ത് അത് സഹകരിച്ച് ആ പൈസ കൊണ്ട് ബാങ്കിലിടാനും അതുകൊണ്ട് വണ്ടി എടുക്കാനുള്ള തീരുമാനം അവർ അറിയിച്ചു. സന്തോഷമാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനൊരു സോഷ്യൽ മീഡിയയിൽ വൈറലായ കാര്യം. നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത്? ഞങ്ങൾ പറയേണ്ട എല്ലാം കൗൺസിലർ പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം പ്രത്യേകിച്ച് പറയാൻ വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു? വീട്ടുകാരെല്ലാവർക്കും സന്തോഷമാണ്. വലിയ സന്തോഷമാണ് വണ്ടി കിട്ടിയത്. വഴിയിലൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യും കൗൺസിലറെ ഞങ്ങളെയൊക്കെ ആൾക്കാർ ഒരുപാട് വിളിക്കും. ചിലപ്പം കഴിക്കാതിരിക്കുമ്പോഴായിരിക്കും വിളി തുടങ്ങുന്നത്, പട്ടി കടിച്ച് വലിച്ചെന്നോ റോട്ടിൽ വലിച്ചിട്ടെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ഇനിയും ഞങ്ങൾക്ക് വളരെ സന്തോഷമല്ലേ, സുരക്ഷിതമായിട്ടെല്ലാം ഒതുക്കാൻ പറ്റും. നമ്മുടെ വാർഡിൻ്റെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാ മാസവും 2 പ്രാവശ്യം റിവ്യൂ മീറ്റിംഗ് നടത്താറുണ്ട്. കൗൺസിലറുടെ അധ്യക്ഷതയിൽ നടത്താറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വന്ന വിഷയമാണ് നമ്മൾ എടുക്കുന്ന അജൈവ മാലിന്യങ്ങൾ കറക്റ്റ് സമയം നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിനൊരു വാഹനം അത്യാവശ്യമാണെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ കൂട്ടായ തീരുമാനം വച്ചിട്ടാണ് പൈസ എങ്ങനെ കണ്ടെത്താമെന്ന് ആലോചിച്ചപ്പോൾ സ്ക്രാപ്പിൻ്റെ പൈസ സാധാരണ നമ്മുടെ ശമ്പളത്തിൻ്റെയോടൊപ്പം ഡിവൈഡ് ചെയ്താണ് എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരുടെ ആലോചിച്ചു. സ്ക്രാപ്പിൻ്റെ പൈസ പിടിച്ചിട്ട് 3 മാസത്തെ പൈസ പിടിച്ചിട്ടതിന് ശേഷം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് വാഹനം ഇറക്കാൻ വേണ്ടി കൂടിയാലോചിച്ചു. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെയാണ് ഈ ഒരു വാഹനം ഇറക്കാൻ കഴിഞ്ഞത്. ഇതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വാർഡിലെ ജനങ്ങൾക്ക് കൂടുതൽ ഹരിതകർമ്മ സേനയോട് വിശ്വാസം ഉണ്ടാവും.